Hi, my dear students. I welcome you today's online class. Today we are going to learn a very good topic in grammar part. That is reporter speech. In page number 5 and page number 65 also there in reporter speech in your textbook 7th standard. Okay, let us start. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് റിപ്പോർട്ടർ സ്പീച്ച് എന്നുള്ളതാണ്. ആദ്യം റിപ്പോർട്ടർ സ്പീച്ച് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം അവ എങ്ങനെ ഒരു സെന്റൻസ് തരുമ്പോൾ അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നും നമ്മൾ പഠിക്കണം. റിപ്പോർട്ടർ സ്പീച്ചിന്റെ മറ്റൊരു പേരാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ചിനെ മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്നതിന് റിപ്പോർട്ടർ സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയും. ഒന്നും കൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരാൾ പറയുന്ന യഥാർത്ഥ വാക്ക്, ഉദാഹരണമായിട്ട് ഒരു ടീച്ചർ കുട്ടിയോട് ചോദിക്കുകയാണ് വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ്. ആ വാക്ക് അതുപോലെ ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച്. ഈ പറഞ്ഞ വാക്ക് നീ എവിടെ പോകുന്നു, വേർ ആർ യു ഗോയിങ്, ഈ വാക്ക് മറ്റൊരാള് കേട്ടിട്ട് മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ടീച്ചർ കുട്ടിയോട് ചോദിച്ചു അവൻ എവിടെ പോകുന്നു എന്ന്. ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരാൾക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടഡ് സ്പീച്ച് തന്നെ എല്ലാ തരം സെന്റൻസിലും നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ പേജ് നമ്പർ 5-ലും 65-ലും റിപ്പോർട്ടർ സ്പീച്ചിന്റെ ഇന്ററോഗേറ്റീവ് സെന്റൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ററോഗേറ്റീവ് എന്ന് പറയുന്നത് ചോദ്യം. ഒരു ചോദ്യം ചോദിക്കുന്നതിന് സെന്റൻസിനെ മറ്റൊരാൾക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്തു കൊടുക്കാം എന്നാണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. റിപ്പോർട്ടഡ് സ്പീച്ച് ഇൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചോദ്യവാചകം അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന സെൻസ്. അപ്പൊ ഒരാളെ ചോദിക്കുന്ന ചോദ്യം മറ്റൊരാൾക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ആ സെൻസ് രണ്ട് രൂപത്തിലുണ്ട്. വളരെ എളുപ്പമാണ്, ശ്രദ്ധിക്കുക. രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. വാട്ട്, വിച്ച്, വെൻ, വൈ, വേർ, ഹൗ, ഹൗ മെനി, ഹൗ ഫാർ എന്നൊക്കെ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡുകൾ. ഇവ കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യനുകൾ. രണ്ടാമതൊന്ന് യെസ് ഓർ നോ. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് യെസ്, നീ സ്കൂളിലേക്ക് പോവുകയാണോ, അതെ അല്ലെങ്കിൽ അല്ല എന്ന് ഉത്തരം പറയുന്ന ചോദ്യങ്ങൾ. അതായത് യെസ് ഓർ നോ ഉത്തരം വരുന്ന ചോദ്യങ്ങൾക്കാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് സെന്റൻസും വന്നാൽ അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ റിപ്പോർട്ട് സ്പീച്ചിന്റെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പം WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം ഒരു പേര് പറയുക. WH ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ കൊടുക്കാം. ടീച്ചർ ആസ്ക്ഡ് വേർ ആർ യു ഗോയിങ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ വരികയാണ്. ടീച്ചർ ആസ്ക്ഡ് വേർ ആർ യു ഗോയിങ്. ഇതാണ് ഡയറക്റ്റ് സ്പീച്ച്. അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ആദ്യം പേര് പറയണം. അപ്പൊ ആരാണ് അവിടെ ആദ്യത്തെ പേര്? ടീച്ചർ. ആസ്ക്ഡ് ആരോടാ ചോദിക്കുന്നത്? ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് കുട്ടിയോടാണെങ്കിൽ ആ കുട്ടിയുടെ പേര് എഴുതുക. അപ്പം ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്. പിന്നെ അതിനുശേഷം ക്വസ്റ്റ്യൻ വേർഡ് കൊടുക്കണം. വേർ
പിന്നീട് സബ്ജക്റ്റ് കൊടുക്കണം. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് യു എന്നാണ്. നീ എന്ന് പറയുമ്പോൾ ആ കുട്ടിയാണ്, അപ്പോൾ അവൻ, വേർ, ഹി. പിന്നെ വെർബ് ചേർക്കണം, ഓക്സിലറി വെർബും ചേർക്കണം. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്താണോ അത് ചേർക്കണം. ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഭാഗമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വെർബിന്റെ ഭാഗമാണ്, വെർബും ഓക്സിലറി വെർബും. അപ്പൊ എല്ലാ റിപ്പോർട്ടർ സ്പീച്ചിന്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യത്തെ പേര്, പിന്നീട് ആസ്ക്ഡ്, പിന്നീട് അടുത്ത പേര്, പിന്നെ ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ഏതാണോ മാറ്റങ്ങൾ ഉള്ളത് ആ മാറ്റങ്ങൾ. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അതുപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ രണ്ട് രൂപത്തിൽ നിങ്ങൾക്കറിയാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആദ്യത്തെ ഇന്ററോഗേറ്റീവ് സെൻസിലെ വിഭാഗമാണ് WH ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ വിഭാഗമാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു യെസ് അല്ലെങ്കിൽ നോ ഉത്തരം വരുന്ന സെന്റൻസുകൾ. അപ്പൊ ആദ്യം നെയിം, ഇതേപോലെ തന്നെ നെയിം, പിന്നെ ആസ്ക്ഡ്, പിന്നെ അടുത്ത പേര്. ഇത് WH ക്വസ്റ്റ്യനും മറ്റു ക്വസ്റ്റ്യനും നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഈഫോ അല്ലെങ്കിൽ വെതറോ ചേർക്കണം എന്ന് തന്നെയാണ്. ഈഫോ അല്ലെങ്കിൽ വെതറോ ചേർക്കുക, പിന്നീട് സബ്ജക്ട് ചേർക്കണം, പിന്നെ വെർബ് ചേർക്കണം, പിന്നെ റിമൈനിങ് RP എന്ന് പറഞ്ഞാൽ റിമൈനിങ് പാർട്ടാണ്. മറ്റുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അത് ചേർക്കുക. വലിയ സെന്റൻസ് ആണെങ്കിൽ അത് ചേർത്ത്, ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗം ഉണ്ടെങ്കിൽ റിമൈനിങ് പാർട്ട്, ബാക്കിയുള്ള ഭാഗം ഏതാണോ അത് ചേർക്കുക. ഇത്രയും ഓർഡർ ആക്കണം. അതിനുശേഷം ബാക്കി എന്താണോ അത് ചേർക്കുക. ഇതാണ് റിപ്പോർട്ടർ സ്പീച്ചിന്റെ എല്ലാ റിപ്പോർട്ടർ സ്പീച്ചിലും ചേർക്കേണ്ട രൂപങ്ങൾ. അപ്പൊ നമുക്ക് റിപ്പോർട്ടർ സ്പീച്ച് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ വെർബുകളും റിമൈനിങ് പാർട്ടുമാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പൊ ആ മാറ്റങ്ങൾ ആദ്യം പഠിക്കാം. അതിനുശേഷം നമ്മള് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യുക ഈ ഓർഡർ നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, നമുക്ക് ആ മാറ്റങ്ങളിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് മാറ്റങ്ങൾ നോക്കാം. ചേഞ്ചസ്. ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴുള്ള മാറ്റങ്ങൾ. ചോദ്യത്തിൽ ക്വസ്റ്റ്യനിൽ ഈസ് എന്നോ ആം എന്നോ ആർ എന്നോ ഉണ്ടെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് അനുസരിച്ച് വാസ് എന്നോ വേർ എന്നോ ചേർക്കണം. ഈസ് ഉണ്ടെങ്കിൽ, ആം ഉണ്ടെങ്കിലും ആർ ഉണ്ടെങ്കിലും ഇവയിൽ ഏത് വന്നാലും നമ്മളെ മാറ്റത്തിന്റെ സബ്ജക്റ്റ് അനുസരിച്ച് വാസ് എന്നോ വേർ എന്നോ ചേർക്കാം. വാസ് വേർ എന്നുണ്ടെങ്കിൽ ഹാഡ് ബീൻ എന്ന് ചേർക്കാം. ഹാസ് ഹാവ് എന്നുണ്ടെങ്കിൽ ഹാഡ് എന്ന് ചേർക്കാം. ഡൂഡസ് ഉണ്ടെങ്കിൽ ആ ഡൂഡസ് അല്ല ചേർക്കേണ്ടത് V2 ആണ്. അതിനുള്ള വെർബ് ഉണ്ടാവും. ആ വെർബിന്റെ സെക്കൻഡ് ഫോമിനെ ചേർക്കണം. V2 എന്ന് പറയുമ്പോൾ അതാണ് വെർബിന്റെ സെക്കൻഡ് ഫോം. ഉദാഹരണമായിട്ട് കം ആണെങ്കിൽ കെയിം ഉപയോഗിക്കണം. ഡോണ്ട് എന്നോ ഡസന്റ് എന്നോ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഡിഡ് എന്നാക്കി മാറ്റണം. ഡിഡ് വരികയാണെങ്കിൽ ഹാഡ് പ്ലസ് V3. അതുപോലെ തന്നെ ഡിഡിന്റെ കൂടെ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് ഇവിടെ ചേർത്ത് വെക്കാം. ഡിഡ് വന്നാൽ ഹാഡിന്റെ പ്ലസ് V3. വില്ല് വന്നാൽ വുഡ് ആക്കുക. ഷാള് വന്നാൽ ഷുഡ് ആക്കുക. ക്യാൻ വന്നാൽ വുഡ് ആക്കുക. മേ വന്നാൽ മൈറ്റ് ആക്കുക. അപ്പൊ ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം ഞാൻ പറഞ്ഞ കാര്യം, ആദ്യം ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ആദ്യം പേര് പറയണം, പിന്നെ ആസ്ക്ഡ് പറയണം, പിന്നെ നെയിം പറയണം, പിന്നെ അത് രണ്ടാമത്തെ പേരുണ്ടാവും. ആരോടാണ് ചോദിക്കുന്നത് വെച്ചാൽ ആ ആൾ. പിന്നെ ക്വസ്റ്റ്യൻ വേർഡ് വേണം, പിന്നെ സബ്ജക്ട് വേണം, പിന്നെ വെർബ് വേണം. ആ വെർബുകളാണ് ഇവിടെ ഉള്ളത്. ഓക്സിലറി വെർബുകളും വെർബുകളും. ആ മാറ്റങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. പിന്നെ അതിനുശേഷം എന്താണ് ബാക്കി, ഏതെങ്കിലും ആ സെന്റൻസിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഭാഗം ചേർക്കുക. ഇനി യെസ് ഓർ നോ ആണെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ തന്നെയാണ്. മാറ്റമുള്ളത് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഈഫ് എന്നോ വെദർ എന്നോ ചേർക്കണം. അതാണ് അതിലെ ലിങ്ക്, ബന്ധിപ്പിക്കുന്ന വാചകം. അപ്പം ഇവിടെ രണ്ടും വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വേർഡ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ചേർക്കണം. ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ആണെങ്കിൽ ഈഫ് എന്നോ വെദർ എന്നോ ചേർക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. അങ്ങനെയാകുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാവും. ഇവിടെ ഒരു എക്സാമ്പിൾ തരാം.
മൈ അങ്കിൾ സെഡ് ടു മീ വെൻ ആർ യുവർ എക്സാമിനേഷൻ. വെൻ ആർ യുവർ എക്സാമിനേഷൻ. നമ്മൾ പഠിച്ച ഓർഡർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പേര് മൈ അങ്കിൾ. അപ്പൊ അത് നിങ്ങൾ മൈ അങ്കിൾ നല്ലപോലെ ശ്രദ്ധിക്കുക. മൈ അങ്കിൾ. then said to എന്നാണ്. said to നമ്മൾ എന്താക്കാന്നാ പറഞ്ഞത്? asked. അപ്പൊ നമ്മൾ asked ആക്കി. then അടുത്ത പേര് to me. അപ്പൊ asked me. asked me. ഇനിയോ then question word. ഇതിലെ question word എന്താ? when. അപ്പൊ when. then plus പറഞ്ഞത് സബ്ജക്റ്റ്. അപ്പൊ എഴുതി നെയിം പറഞ്ഞു, ആസ്ക്ഡ് പറഞ്ഞു, അടുത്ത നെയിം ഏതാ പേര് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഏതാ വെച്ചാൽ അത് പറഞ്ഞു, പിന്നെ ക്വസ്റ്റ്യൻ വേർഡ് പറഞ്ഞു വെൻ. ഇപ്പൊ വെന്നായി. ഇനി അടുത്തത് സബ്ജക്റ്റ്. അപ്പൊ ഇതിന് സബ്ജക്റ്റ് നോക്കുക. വെൻ ക്വസ്റ്റ്യൻ വേർഡ് ആണ്, ആറ് വെർബ് ആണ്. യുവർ എക്സാമിനേഷൻ നിന്റെ പരീക്ഷ. നമ്മൾ ഒരാളോട് നേരിട്ട് ചോദിക്കുമ്പോൾ നിന്റെ പരീക്ഷ എന്ന് പറയും. അത് കേട്ടിട്ട് വേറെ ഒരാളോട് അത് കേട്ടിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവന്റെ പരീക്ഷ എന്നാണ്. അപ്പം ആസ്ക്ഡ് അതിൽ അവന്റെ പരീക്ഷ എന്നാക്കും. അപ്പൊ ഇത് എന്നോടല്ലേ ചോദിക്കുന്നു, ആസ്ക്ഡ് മീനാണ്. അപ്പൊ ടീച്ചറാണ് എന്നോടുണ്ട്, അപ്പൊ എന്റെ പരീക്ഷ എന്നാക്കി മാറ്റും. അപ്പം നിന്റെ പരീക്ഷ എന്നോട് ചോദിച്ചപ്പോ ഞാൻ മറ്റൊരാളോട് പറഞ്ഞപ്പോ എന്റെ പരീക്ഷ. അപ്പം വെൻ പിന്നെ അപ്പൊ നമ്മൾ സബ്ജക്റ്റ് എടുക്കണം. വെൻ മൈ എക്സാമിനേഷൻ. വെൻ മൈ എക്സാമിനേഷൻ. പിന്നെ എക്സാമിനേഷൻ നല്ല എക്സാമിനേഷൻസ്. അപ്പം എക്സാമിനേഷൻസ് പരീക്ഷകൾ ഒരുപാടുണ്ട്. ഒരുപാടുണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ 6 എന്ന് ചേർത്തിട്ടുണ്ട്. 6 വന്നാൽ എന്താക്കണം? ഈസ് വന്നാലും ആം വന്നാലും 6 വന്നാലും വാസ് എന്നോ വേറെ എന്നോ ചേർക്കണം. അപ്പൊ ഇവിടെ എക്സാമിനേഷൻസ് ഒരുപാടുണ്ട്. വാസ് ആണ് വേറാണ്. ഒന്ന് നോക്കുക, നിങ്ങൾക്ക് അറിയാം. അപ്പൊ അവിടെ തീർന്നു. ഇതോടുകൂടെ നമ്മുടെ ഭാഗം കഴിഞ്ഞു. അപ്പൊ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഈ ഓർഡർ, ആദ്യം പേര്, പിന്നീട് ആസ്ക്ഡ്, പിന്നീട് അടുത്ത പേര്, പിന്നെ ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ഏതാണോ ഇവിടെയുള്ള മാറ്റങ്ങൾ അവ ചേർക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. ടീച്ചർ ആസ്ക്ഡ് റാണി, ഡിഡ് യു റൈറ്റ് യുവർ എക്സാം ഓർ എക്സാമിനേഷൻ? ഈ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഈ സെന്റൻസ് റിപ്പോർട്ട് സ്പീച്ചിലെ ഏത് വിഭാഗമായെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് അല്ല, ഇത് ഓക്സിലറി വെർബാണ്, ഡിഡ് ആണ്. അതുകൊണ്ട് തന്നെ നീ പരീക്ഷ എഴുതിയോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം യെസ് ഓർ നോ ആണ്. അത് എന്ന് പറഞ്ഞാൽ ഈ വിഭാഗമാണ് നമ്മൾ പഠിച്ച രണ്ടാമത്തെ. അപ്പൊ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇവിടെ മാത്രമേ മാറ്റുള്ളൂ. ആദ്യത്തെ പേര് തന്നെ, പിന്നെ ആസ്ക്ഡ് പറയണം, പിന്നെ അടുത്ത പേര് പറയണം. ക്വസ്റ്റ്യൻ വേർഡിന് പകരം ഈഫ് എന്നോ വെദർ എന്ന് ചേർക്കണം, പിന്നീട് സബ്ജക്ട് ചേർക്കണം, പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ ചേർക്കണം. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യത്തെ പേര് ആരാ പേര്? അപ്പൊ ആൻസർ എഴുതുകയാണ് ടീച്ചർ. അപ്പൊ ആരാ ചോദിക്കുന്ന ആള്? ടീച്ചർ തന്നെ. അപ്പൊ ടീച്ചർ പേര്. then ആസ്ക്ഡ്. അപ്പൊ നമ്മളിവിടെ ആസ്ക്ഡ് തന്നെയാണ്. ഒന്ന് ടോൾഡ് ആണെങ്കിലും ആസ്ക്ഡ് എന്ന് പറയുന്നത്. then റാണി. ആരാണ്? അപ്പൊ നമ്മൾ അടുത്ത ആളെ പേര് പറയും, റാണി. ഇപ്പൊ ഡിഡ് യു. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് അല്ല, അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. അതിന് പകരം ഈഫ് എന്നോ വെദർ എന്നോ ചേർക്കാം. ഏത് ചേർക്കാം? ഞാൻ അവിടെ ഈഫ് എന്ന് ചേർക്കാം. ഈഫ് എന്തെങ്കിലും ഒന്ന് ചേർത്താൽ മതി. വെദർ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇപ്പൊ ഈഫ്, then ഈഫ് എന്നോ വെദർ ചേർക്കും. ബാക്കി ഈ ഓർഡർ തന്നെ. ഇതിന് പകരം ഇതാക്കുക എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വേർഡിന് പകരം ഈഫ് വെദർ ആക്കാം. ബാക്കി സബ്ജക്ട് തന്നെ. അപ്പൊ സബ്ജക്ട് എന്താ? യു എന്നാണ്. യു എന്ന് പറഞ്ഞാൽ ആരാ? റാണിയാണ്. റാണി ആൺകുട്ടിയോ പെൺകുട്ടിയോ? പെൺകുട്ടിയാണ്. അപ്പൊ ഷീ എന്നാക്കണം, ഈഫ് ഷീ. അപ്പം യു എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ആണാണെങ്കിൽ ഹി എന്നും, എന്നോടാണെങ്കിൽ ഐ എന്നും, അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും പരിപാടിയുമായി എക്സാമിനേഷൻ കഴിഞ്ഞ എക്സാമിൽ പറഞ്ഞ പോലെ മീ എക്സാമിനേഷൻ എന്റെ പരീക്ഷയെ പറ്റിയാണ്. അപ്പം മൈ എക്സാമിനേഷൻ എന്നാക്കണം, മൈ എന്നോ. ഇനി ഒരുപാട് ആളുകൾ
ആണ് യു എന്ന് ചോദിക്കുമെങ്കിൽ ദേ എന്നാക്കി മാറ്റാം. അപ്പൊ അതിന്റെ സെന്റൻസിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഇഫ് ഷീ, അവിടെ നെയിം പറഞ്ഞു, ആസ്ക്ഡ് പറഞ്ഞു, റാണി പറഞ്ഞു, ഈഫ് പറഞ്ഞു, then സബ്ജക്റ്റ് പറഞ്ഞു, യുക്ക് പകരം ഷീ ആണ്. ഇനി നാം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വെർബിന്റെ ഭാഗം, മാറ്റങ്ങൾ. അപ്പൊ വെർബിന്റെ മാറ്റങ്ങൾ പറയുമ്പോൾ വെർബ് ഏതാണ്? ഡിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഡ് ഉണ്ടെങ്കിൽ മാറ്റം എന്ന് പറയുന്നത് ആഡ് പ്ലസ് V3 ആണ് എന്ന് നമ്മൾ പഠിച്ചു, കുറച്ച് നേരത്തെ പഠിച്ചു. നമ്മൾ ഒരുപാട് ചേഞ്ചസ് പഠിച്ചു. അപ്പൊ ഇവിടെ if she നായി, then if she had. റൈറ്റിന്റെ V3, റൈറ്റ്, wrote, written. If she had written your examination, നിന്റെ പരീക്ഷ നിന്നോടല്ലോ ചോദിച്ചത്, ആരാ? റാണിയോട്. അപ്പൊ her examination അങ്ങനെ മാറ്റി എഴുതാവുന്നതാണ്. her examination തീർന്നു. അപ്പൊ ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. ഈ ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ചെയ്യാം. മൈ ഫാദർ സെഡ് ടു മീ. നമ്മൾ നോക്കുക, നെയിം ആൻസർ ചെയ്യാണ്. മൈ ഫാദർ സെഡ് ടു മീ, ആസ്ക്ഡ് ചോദ്യമാണ്, അതുകൊണ്ട് ആസ്ക്ഡ് ആരോട്? ടു മീ, മീ ആണ്, എന്നോട്. വെൻ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് നമ്മൾ പഠിച്ചു. വെൻ ക്വസ്റ്റ്യൻ വേർഡ് then സബ്ജക്റ്റ് ആണ്. അപ്പൊ വെൻ വിൽ യു ഗെറ്റ് ഹോം, യു എന്നാണ്. യു നോക്കുമ്പോ ആരോടാ? എന്നോടാണ്. അപ്പൊ വെൻ ഐ വിൽ എന്താകും? വില്ല് നമ്മൾ പറഞ്ഞു, വില്ല് എന്താകും? വില്ല് വന്നാൽ വുഡ് ആകും. വുഡ്. വെൻ ഐ വുഡ്. ബാക്കി മാറ്റേണ്ടതില്ല. ഞാൻ പറഞ്ഞു വെർബിന് ശേഷം ഏതാണോ റിമൈനിങ് പോർഷൻ, റിമൈനിങ് പാർട്ട്, ബാക്കിയുള്ള പാർട്ട്. ഇവിടെ ഗെറ്റ് ഹോം എന്നാണ്, അവിടെ ഗെറ്റ് ഹോം എന്നെഴുതി ഫുൾ സ്റ്റോപ്പ്. ഇത്രയാണ് നമ്മൾ പഠിക്കാൻ. ഒരിക്കൽ കൂടെ പറയാം. മൈ ഫാദർ ആസ്ക്ഡ് മീ വെൻ ഐ വുഡ് ഗെറ്റ് ഹോം. അപ്പൊ ഇതാണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. റിപ്പോർട്ടർ സ്പീച്ചിലെ ഇന്ററോഗേറ്റീവ് എന്ന് പറയുന്ന ഭാഗം. ഇനി വില്ലിനെ വുഡ് ആക്കുക എന്ന് പറഞ്ഞപ്പോൾ വുഡ് വന്നാലോ? മാറ്റേണ്ടതില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യുക. അപ്പൊ ഇന്ന് നാം ചർച്ച ചെയ്തത് റിപ്പോർട്ടർ സ്പീച്ചിലെ ഇന്ററോഗേറ്റീവ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. റിപ്പോർട്ടർ സ്പീച്ചിൽ തന്നെ ക്വസ്റ്റ്യൻ വിഭാഗത്തിലെ 2 തരം ക്വസ്റ്റ്യനുകൾ. ഇനി എക്സ്ക്ലമേറ്ററി സെന്റൻസ് വരുന്നുണ്ട്, ഇംപെരേറ്റീവ് സെന്റൻസ് ഉണ്ട്. ഇനി ഇതിന്റെയൊക്കെ ആൻസർ വരുമ്പോൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 5-ലും 65-ലുമുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യുക. Let me stop here. I hope you all understood this area. Thank you. Have a nice day.